Hi Makale. Yes. Then നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് ഓൾറെഡി നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. Then third chapter, ബയോളജിയിലെ third chapter ആണ് അവർ എൻവയോൺമെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വെരി സിംപ്ലി നിങ്ങൾക്ക് മാർക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഏതാണ്? അവർ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ. കൂടുതലും ജനറൽ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് എഴുതുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ബിക്കോസ് അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചാപ്റ്റർ അവർ എൻവയോൺമെന്റ്, ഈ ഒരു ചാപ്റ്ററിന് എക്സാം ഓറിയന്റഡ് ആയിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് എങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും. ഓക്കെ, അത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവാണ്. സോ അവർ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ മൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എക്കോസിസ്റ്റം ടൈപ്സ് ആണ്. വാട്ട് ഈസ് എക്കോസിസ്റ്റം? അത് ഓൾറെഡി എൻ്റെ മക്കൾക്ക് അറിയാവുന്ന കാര്യമാണ് എക്കോസിസ്റ്റം. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്. അതിൽ നാച്ചുറൽ എക്കോസിസ്റ്റം ആൻഡ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്താണെന്ന് അറിയാവുന്ന കാര്യമല്ലേ, ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നാച്ചുറൽ എക്കോസിസ്റ്റം ആൻഡ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെസേർട്ട്, ഗ്രാസ്ലാൻഡ്, ഫോറസ്റ്റ്, പോണ്ട്സ്, ലേക്സ്, എസ്റ്റുവറീസ്, മറൈൻ എക്കോസിസ്റ്റം എല്ലാം ഇതുപോലെയുള്ളതാണ് നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം. നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന എക്കോസിസ്റ്റംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ എക്കോസിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആർട്ടിഫിഷ്യലി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റംസിനെയാണ് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സെറ്റല്ലേ? ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് കൂടി നോക്കിയടാ. അക്വേറിയംസ് നമ്മൾ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. ദെൻ ബൊട്ടാണിക്കൽ ഗാർഡൻസ്, അതുപോലെ സുവോളജിക്കൽ പാർക്ക് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, ഇനി രണ്ട് ടൈപ്പ് എക്കോസിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇസ് components of ecosystem. Okay, different components are there in the ecosystem. അപ്പോൾ ഡിഫറെന്റ് കമ്പോണൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കണം. മെയിൻ ആയിട്ടും രണ്ട് കാറ്റഗറിയാണ് കമ്പോണൻസ് പറയുമ്പോൾ വരുന്നത്. ബയോട്ടിക് കമ്പോണൻസ് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ്. വാട്ട് ഈസ് ബയോട്ടിക് ആൻഡ് അബയോട്ടിക്? ബയോട്ടിക് മീൻസ് ലിവിംഗ് കമ്പോണൻസ് ഓഫ് ദി എക്കോസിസ്റ്റം ആൻഡ് അബയോട്ടിക് മീൻസ് ദ നോൺ ലിവിംഗ് കമ്പോണൻസ് ഓഫ് ദി എക്കോസിസ്റ്റം. ഇവിടെ നോക്കുക, ബയോട്ടിക് കമ്പോണൻസിൽ പ്രൊഡ്യൂസേഴ്സ് അതർവൈസ് നോൺ ആസ് ഓട്ടോട്രോപ്സ്. They can prepare their own food using the sunlight. എക്സാമ്പിൾ വരുന്നത് പ്ലാന്റ്സ് ആണ്. ഓക്കെ, പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഓട്ടോട്രോപ്സിൽ വരുന്നത്. ദെൻ ദ കൺസ്യൂമേഴ്സ്, ദാറ്റ് ഇസ് ഹെറ്ററോട്രോപ്സ് എന്ന് കൂടിയ നമ്മൾ അവരെ പറയും അല്ലെ, കൺസ്യൂമേഴ്സ് ഓർ ഹെറ്ററോട്രോപ്സ്. ദെൻ ഡികമ്പോസേഴ്സ്. ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ ബയോട്ടിക് കമ്പോണൻസിൽ ഈ കൺസ്യൂമേഴ്സിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ബയോട്ടിക് കമ്പോണൻസ്? പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് ഡികമ്പോസേഴ്സ്. ദീസ് ആർ ദ ത്രീ മെയിൻ ബയോട്ടിക് കമ്പോണൻസ് ഓഫ് എൻ എക്കോസിസ്റ്റം. Okay, then നമുക്ക് നോക്കാം. Yes, here we can see that consumers can be further divided into following three categories. മൂന്ന് categories ആയിട്ട് കൺസ്യൂമേഴ്സിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. herbivores, then carnivores. നോക്കുക, ഈ herbivores ആണ് പ്രൈമറി കൺസ്യൂമേഴ്സ്. പ്ലാന്റ്സിനെ ഡയറക്റ്റ് കഴിക്കുന്നവരാണ് എന്ത്? പ്രൈമറി കൺസ്യൂമേഴ്സ്. ദെൻ ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്നവർ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നവരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്നവരാണ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ഓക്കെ, സെറ്റ് അല്ലേ? നമ്മൾ ക്ലാസ്സിൽ ഇത് ഒരുപാട് ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ്. സോ വളരെ സിമ്പിളും ആണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, കൺസ്യൂമേഴ്സ് are of three types: primary consumers, secondary consumers and tertiary consumers. Primary consumers herbivores നെ ഡയറക്റ്റ് കഴിക്കുന്നു. ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്നവരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. ദെൻ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്നവരാണ് ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ഓക്കെ, ദെൻ ഓംനിവോഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനോടെ പറഞ്ഞിട്ടുണ്ട്. ദീസ് ആർ ദ ആനിമൽസ് ദാറ്റ് ഫീഡ് ഓൺ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അറ്റ് എ ടൈം ഒരുപോലെ കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓംനിവോഴ്സ്. ഹെർബിവോഴ്സ് ഓൺലി പ്ലാന്റ്സ് കഴിക്കുന്നവര്. കാർണിവോഴ്സ് ഓൺലി എന്താണ്? ആനിമൽസിനെ കഴിക്കുന്നവര്. ഓക്കെ, നോൺ വെജിറ്റേറിയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ ഓംനിവോഴ്സ് എന്ന് പറയുന്നത് അവർ വെജിറ്റേറിയൻ ആണ് ആസ് വെൽ ആസ് നോൺ വെജിറ്റേറിയനും ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ അത്? യെസ്. ദെൻ അബയോട്ടിക് കമ്പോണൻസ് ഓഫ് എൻ എക്കോസിസ്റ്റം. നമ്മൾ ബയോട്ടിക് കമ്പോണൻസ് പറഞ്ഞു. ദെൻ അബയോട്ടിക് കമ്പോണൻസ്, ഒരു എക്കോസിസ്റ്റത്തിന്റെ അബയോട്ടിക് കമ്പോണൻസിനെ പറ്റി പറയുമ്പോൾ ദേ ആർ ദ നോൺ ലിവിംഗ് കമ്പോണൻസ് ഓഫ് എൻ എക്കോസിസ്റ്റം അല്ലേ? Here we can see that light, temperature, water, atmospheric gases, wind, etc. ഈ പറയുന്ന ഈ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് ലിവിംഗ് ആണോ? അല്ല, ബിക്കോസ് ഇതെല്ലാം നോൺ ലിവിംഗ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. So we can call it as abiotic components. Okay,
Set അല്ലേ abiotic components of an ecosystem? Yes. Then sir, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഫുഡ് ചെയിൻ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. യെസ്, ഫുഡ് ചെയിൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നോർമലി ഒരു പ്രൊഡ്യൂസറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഓട്ടോട്രോഫിൽ നിന്നാണ് ഏതൊരു ഫുഡ് ചെയിനും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഗ്രാസ് ആവാം, ഇനി പ്ലാന്റ്സ് ആവാം. ഓക്കെ, ഒരു ഗ്രീൻ പ്ലാന്റ് തന്നെയായിരിക്കും എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, ദെൻ ഫുഡ് ചെയിൻ എന്താണെന്ന് അറിയാം, ഒരു ചെയിൻ ആണ്. ദാറ്റ് ഈസ് എനർജി. ഓക്കെ, സൺലൈറ്റിൽ നിന്ന് വരുന്ന എനർജീനെ പ്ലാന്റ്സ് ഫിക്സ് ചെയ്തെടുക്കുന്നു. ഫിക്സ് ചെയ്യുന്ന എനർജി ഈസ് ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് ലെവൽ. അത് പറയാം, നമ്മൾ എനർജി ഫ്ലോ പറയുന്നുണ്ട്, അപ്പോൾ സാർ പറഞ്ഞേക്കാം. ഈ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്, ടെറസ്ട്രിയൽ ഫുഡ് ചെയിൻ ആൻഡ് അക്വാട്ടിക് ഫുഡ് ചെയിൻ. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ്, യെസ്, അണ്ടർസ്റ്റുഡ് ആണ്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ, അതായത് വാട്ടർ അല്ലാത്ത ഏരിയയിൽ കാണുന്ന ഫുഡ് ചെയിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫുഡ് ചെയിൻ ദാറ്റ് പ്രസന്റ് ഓൺ ലാൻഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫുഡ് ചെയിൻ ആണ് ടെറസ്ട്രിയൽ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്രാസ്, ഇൻസെക്ട്സ്, സ്നേക്സ് ആൻഡ് ഹൗക്ക്. ഇല്ലേ, ഫെമിലിയർ ആയിട്ടുള്ളവരല്ലേ? NCERT-ലും കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഇതൊക്കെ തന്നെയാണ്. ദെൻ അക്വാട്ടിക് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫുഡ് ചെയിൻ ദാറ്റ് പ്രസന്റ് ഇൻ ദി ഡിഫറെന്റ് വാട്ടർ ബോഡീസ്. മറൈൻ വാട്ടർ ബോഡീസ് പറയുമ്പോൾ മറൈൻ വാട്ടർ ബോഡീസ് ഉണ്ട്, മറൈൻ അല്ലാത്ത വാട്ടർ ബോഡീസും ഉണ്ട്. സോ ഈ പറയുന്ന അക്വാട്ടിക് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അക്വാട്ടിക് എക്കോസിസ്റ്റംസിൽ, വാട്ടർ ബോഡീസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫുഡ് ചെയിൻസിനെയാണ് അക്വാട്ടിക് ഫുഡ് ചെയിൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഫൈറ്റോപ്ലാങ്ക്ടൺ, സൂപ്ലാങ്ക്ടൺസ്, ഫിഷസ് ആൻഡ് ഷാർക്ക്. സ്മോൾ ഫിഷ് ആൻഡ് ലാർജ് ഫിഷ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്മോൾ ഫിഷസ് ഫീഡ് ചെയ്യുന്നു, അതായത് ഫൈറ്റോപ്ലാങ്ക്ടൺസിനെ സൂപ്ലാങ്ക്ടൺസ് കഴിക്കുന്നു, സൂപ്ലാങ്ക്ടൺസിനെ സ്മോൾ ഫിഷസ് കഴിക്കുന്നു, സ്മോൾ ഫിഷസിനെ ലാർജ് ഫിഷസ്, ഷാർക്ക് ലൈക്ക് ഫിഷസ് ഒക്കെ കഴിക്കുന്നു. ഓക്കെ അല്ലേ ഫുഡ് ചെയിൻ? യെസ്, ഓക്കെ ആണ്. ദെൻ സർ, ഇനി ട്രോഫിക് ലെവൽ, നെക്സ്റ്റ് വൺ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ട്രോഫിക് ലെവൽസ്. Here we can see that ട്രോഫിക് ലെവലിൽ ഏറ്റവും ബേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരിക്കലും മുകളിൽ നിന്ന് ആരും ചിന്തിക്കരുത്, ബേസിൽ നിന്നാണ് ട്രോഫിക് ലെവലിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കാണാം ഫസ്റ്റ് ട്രോഫിക് ലെവൽ നമ്പർ 1 എന്നിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രോഫിക് ലെവൽ, ആ ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ പ്രൊഡ്യൂസേഴ്സ് ആണുള്ളത്. ഓക്കെ, പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, അതുപോലെ നിങ്ങൾ കുറച്ചുകൂടി മുകളിലേക്ക് നോക്കുമ്പോൾ പ്രൈമറി കൺസ്യൂമേഴ്സ് നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ട്രോഫിക് ലെവൽ ആണ്. ആ 2 എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് എ സെക്കൻഡ് ട്രോഫിക് ലെവൽ. സെക്കൻഡ് ട്രോഫിക് ലെവലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് പ്രൈമറി കൺസ്യൂമേഴ്സ്. ഓക്കെ, പ്രൈമറി കൺസ്യൂമേഴ്സ് കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ തേർഡ് ട്രോഫിക് ലെവൽ. തേർഡ് ട്രോഫിക് ലെവൽ എന്നാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ്. Then the fourth trophic level, last one is the fourth trophic level, അവിടെ tertiary consumers. ഓക്കെ അല്ലേ? ഈ ഒരു ഓർഡർ എപ്പോഴും മനസ്സിലുണ്ടാകണം. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും, സെക്കൻഡ് ട്രോഫിക് ലെവലിലേക്ക് വരുമ്പോൾ പ്രൈമറി കൺസ്യൂമേഴ്സ്, തേർഡ് ട്രോഫിക് ലെവലിൽ സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആൻഡ് ഫോർത്ത് ട്രോഫിക് ലെവലിൽ ടെർഷ്യറി കൺസ്യൂമേഴ്സ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സീക്വൻഷ്യൽ ഓർഡർ ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ് ആണ് കേട്ടോ. ഒരിക്കലും ടോപ്പ് നിന്ന് ബോട്ടത്തിലേക്ക് ചിന്തിക്കരുത്, ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ് ആണ് ഈ ഒരു ട്രോഫിക് ലെവലിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. സെറ്റ് അല്ലേ അത്? ഓക്കെ, ഇനി ഈ പ്രൊഡ്യൂസേഴ്സ് ഏതാണ്, അതിന് എക്സാമ്പിൾസ് ഒക്കെ അറിയാലോ. ഈ ഒരു പിരമിഡ് തന്നിട്ട് അതിൽ എക്സാമ്പിളുകളെ വെച്ചാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആ സെറ്റിൽ കുറച്ച് പ്ലാന്റ്സിനെ നിരത്തി വെച്ചാൽ ദാറ്റ് ഈസ് ഓൾസോ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്ന പ്രൊഡ്യൂസേഴ്സ് പ്ലാന്റ്സ് ആണ്, ഓട്ടോട്രോപ്സ് ആണ്. സോ പ്രൈമറി കൺസ്യൂമേഴ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ളവർ ഡയറക്റ്റ് പ്ലാന്റിനെ കഴിക്കുന്നവർ, ദാറ്റ് ഈസ് എന്താണ്, നമുക്ക് വേണമെങ്കിൽ സ്മോൾ അനിമൽസിന്റെ കേസ് പറയാം. ഗോട്ട്, റാബിറ്റ് പോലെയുള്ള ഗ്രാസ് ഒക്കെ കഴിക്കുന്ന ഗ്രാസ് ഹോപ്പർ പോലെയുള്ളവരൊക്കെ നമുക്ക് സെക്കൻഡ് ട്രോഫിക് ലെവലിൽ പ്രൈമറി കൺസ്യൂമേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ അതുപോലെ മുകളിലേക്ക് വരുമ്പോൾ എക്സാമ്പിൾസ് വന്നാലും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ട്രോഫിക് ലെവൽ. ദെൻ സോ ട്രോഫിക് ലെവൽ കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എനർജി ഫ്ലോയുടെ കേസ്. ഇത് വലിയ ബുദ്ധിമുട്ട് വരുന്ന ഒരു ടോപ്പിക് അല്ല, പക്ഷെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമില്ല, നിങ്ങളൊന്ന് നോക്കുക. ദ ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദി ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ക്യാപ്ചർ അബൌട്ട് 1% ഓഫ് ദി എനർജി ഓഫ് സൺലൈറ്റ്. എനർജി ഓഫ് സൺ. ഓക്കെ, സണ്ണിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് ഇല്ലേ, നമുക്ക് സണ്ണിൽ നിന്നിട്ട് എർത്ത് സർഫസിലേക്ക് എനർജി കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന ടോട്ടൽ എനർജി ലൈറ്റ് എനർജി ആണ് എർത്തിലേക്ക് വരുന്നത്, എർത്ത് സർഫസിലേക്ക് വരുന്നത് ലൈറ്റ് എനർജിയാണ്. ആ ലൈറ്റ് എനർജിയുടെ 1% മാത്രമാണ് ഗ്രീൻ പ്ലാന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ. ഓൺലി 1% ഓഫ് ദി എനർജി ദാറ്റ് ആർ കമ്മിങ് ഫ്രം ദ സൺ
is captured by the green plants. Okay, അറിഞ്ഞിരിക്കുക. എന്നിട്ട് ആ ലൈറ്റ് എനർജിനെ, ആ 1% ലൈറ്റ് എനർജി ആണ് കൺവേർട്ടഡ് ഇൻ ടു chemical energy during photosynthesis. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേടാ, ലൈറ്റ് എനർജി is converted into chemical energy. യെസ്, അത് തന്നെയാണ് സെയിം ഇവിടെ. ഇനി ആ സെക്കൻഡ് ഒരു പോയിന്റിൽ ആ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, ഇവിടമാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്ന ഏരിയ. ഓക്കെ, അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മേ ബി പ്രോബ്ലംസ് വന്നേക്കാം ആ ഏരിയയിൽ നിന്ന്, അല്ലെങ്കിൽ മേ ബി ഒരു റീസൺ ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാം. ശ്രദ്ധിക്കുക. When green plants are eaten by primary consumers, a great deal of energy is lost as a heat, and an average of 10% of the energy of food eaten by an organism is turned back into its own body and made available for the next level of consumers. എന്തെങ്കിലും മനസ്സിലായോ? എടാ, ഈ ഗ്രീൻ പ്ലാന്റ്സ് ആരാ കഴിക്കുന്നേ? പ്രൈമറി കൺസ്യൂമേഴ്സ്, നമ്മുടെ ഹെർബിവോഴ്സ് എന്ന് പറയുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ? ഓക്കെ, ഒരു ഹെർബിവോർ കാറ്റഗറിയിലുള്ള ഒരു ഓർഗാനിസം ഒരു പ്ലാന്റിനെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ ഇതിന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, ഗ്രേറ്റ് എമൗണ്ട് ഓഫ് എനർജി ഈസ് ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഹീറ്റിന്റെ ഫോമിൽ ഒരുപാട് എനർജി അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ആൻ ആവറേജ് ഓഫ് 10% ഓഫ് ദി എനർജി. ഓക്കെ, അറിഞ്ഞിരിക്കുക, average of a 10% of the energy of food eaten by an organism. ഒരു ഓർഗാനിസം കഴിക്കുന്നതിന്റെ only 10% energy is turned back into its own body and made available for the next level of consumers. ഒരു ഓർഗാനിസം കഴിക്കുന്ന ഫുഡിന്റെ ഓൺലി 10% എനർജി മാത്രമാണ് നെക്സ്റ്റ് ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസംസിന് വേണ്ടിയിട്ട് ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കപ്പെടുന്നത്. ദാറ്റ് ഈസ് ഓൺലി 10% ഓഫ് ദ എനർജി ദാറ്റ് ആൻ ഓർഗാനിസം ഗെറ്റിംഗ് ഫ്രം ദ ഫുഡ്, ഫ്രം ദെയർ ഫുഡ് ഇസ് stored in that organism for the next trophic level. Okay, next trophic level ഉള്ളവർക്ക് കൊടുക്കാനായിട്ട് ഓൺലി 10% എനർജി മാത്രമാണ് ഒരു ഓർഗാനിസം അതിന്റെ ബോഡിയിൽ കഴിക്കുന്ന ഫുഡിൽ നിന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി ദിസ് ഈസ് നോൺ ആസ് ദി 10% ലോ. ഈ ഒരു കോൺസെപ്റ്റിനെയാണ് 10% ലോ എന്ന് പറയുന്നത്. 10% ലോ കുറേ പേർക്ക് കൺഫ്യൂസിങ് ആയിട്ട് വരുന്നുണ്ട്. ഈ ജൂളിലും കിലോ ജൂളിലും ഒക്കെ പ്രോബ്ലം വരുമ്പോൾ വേറെ ഒന്നുമില്ല, 1000 ജൂളിൽ വന്നെന്ന് കരുതുക. ഓക്കെ, ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ 1000 ജൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ നേരെ അത് സെക്കൻഡ് ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ 10% ആയി 100 ജൂൾ, ദെൻ 10 ജൂൾ, അങ്ങനെ കുറഞ്ഞായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഒരു ട്രോഫിക് ലെവലിൽ 1000 കിലോ ജൂൾ അല്ലെങ്കിൽ 1000 ജൂൾ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ എത്ര എനർജി ആയിരിക്കും ഫോർത്ത് ട്രോഫിക് ലെവലിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക? ഇതിങ്ങനെ ക്വസ്റ്റ്യൻ കയറി ചോദിക്കാറുണ്ട്. സോ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലൊക്കെ ഈ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഈ 10% ലോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അത് പ്രപ്പോസ് ചെയ്തത് നമുക്കൊരു സയന്റിസ്റ്റ് ആണ്, ലിൻമാൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. 1944 ലിൻമാൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഒരു എനർജി ഫ്ലോ 10% ലോ നമുക്ക് വേണ്ടിയിട്ട് പ്രപ്പോസ് ചെയ്ത് തന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ സർ, ദെൻ അപ്പോൾ എനർജി ഫ്ലോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ആ കൺഫ്യൂഷൻ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഫുഡ് വെബ്, നമ്മൾ ഫുഡ് ചെയിൻ പഠിച്ചു. ഫുഡ് ചെയിൻ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ആൾ തന്നെയാണ് ഫുഡ് വെബും. വാട്ട് ഈസ് ഫുഡ് വെബ്? ഇറ്റ് ഈസ് ദ ഇന്റർ കണക്ഷൻ ഓഫ് ഡിഫറെന്റ് ഫുഡ് ചെയിൻസ്. ഒരുപാട് ഫുഡ് ചെയിനുകൾ ഇന്റർ കണക്ട് ചെയ്തിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരാളാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, 1, 2, 3 അല്ലെങ്കിൽ 3 to 4 അല്ലെങ്കിൽ മോർ ദാൻ 5 ഒക്കെ വരുന്ന ഫുഡ് ചെയിൻസ്, അങ്ങനെ ഇന്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഫുഡ് വെബ്. ഓക്കെ, ഫുഡ് വെബ് എന്നുള്ള പേരിൽ വിളിക്കുന്നത്. ഫുഡ് വെബിന് എക്സാമ്പിൾ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല, ബിക്കോസ് അത് ഭയങ്കര ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് വേണമെങ്കിൽ എഴുതാം, നമ്മൾ ശ്രദ്ധിച്ചൊന്ന് ട്രൈ ചെയ്താൽ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഫുഡ് വെബ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, സോ ഇനി എൻവയോൺമെന്റൽ പ്രോബ്ലംസ്. ഈ എൻവയോൺമെന്റ് എന്നാണല്ലോ, അവർ എൻവയോൺമെന്റ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. സോ വി ഹാവ് ടു ഡിസ്കസ് സം എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഇൻ ദിസ് ചാപ്റ്റർ. അതിൽ ആദ്യത്തെ എൻവയോൺമെന്റൽ പ്രോബ്ലംസിൽ മെയിൻ ആയിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ബയോ മാഗ്നിഫിക്കേഷൻ. വാട്ട് ഈസ് ബയോ മാഗ്നിഫിക്കേഷൻ? മേ ബി എക്സാമിന് കയറിയിട്ട്
ചോദിച്ച് കളയാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബയോമാഗ്നിഫിക്കേഷൻ. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. ശ്രദ്ധിച്ചിരുന്നാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം ആ ക്വസ്റ്റ്യന്. ഇറ്റ് ഈസ് ദ ഫെനോമിനൻ ഓഫ് പ്രോഗ്രസീവ് ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് നോൺ ബയോഡിഗ്രേഡബിൾ ടോക്സിക്കൻസ് ഇൻ ഓർഗാനിസംസ് അറ്റ് ഈച്ച് ട്രോഫിക് ലെവൽ. This is called bioconcentration. These toxic chemicals enters the food chain through pesticides like DDT. Okay, the maximum concentration of these chemicals get accumulated in humans as they occupy the topmost place in a food chain. In any food chain. Okay, മനസ്സിലായോ? വേറെ ഒന്നുമില്ല. It is the phenomenon of progressive increase in the concentration of non-biodegradable. What is non-biodegradable? It is impossible to degrade by the ഡിക്കമ്പോസേഴ്സിന് ഡിഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസിനെയാണ് നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് ടോക്സിക്കൻസ് എന്ന് പറയുന്നത്. ഈ ടോക്സിക്കൻസ് എങ്ങോട്ട് കൂടും അല്ലെങ്കിൽ എങ്ങോട്ട് കയറും? ഓർഗാനിസംസിലേക്ക്, ഡിഫറെന്റ് ട്രോഫിക് ലെവലിലുള്ള ഓർഗാനിസംസിലേക്ക് എൻറ്റർ ചെയ്യും. അതിന് നമ്മൾ ബയോ കോൺസെൻട്രേഷൻ എന്ന് പറയും. It is a phenomenon of progressive increase in the concentration of non-biodegradable toxicants in organisms at each successive trophic level. ഓരോ ട്രോഫിക് ലെവലിലും ഓർഗാനിസംസിനകത്ത് നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ടോക്സിക്കൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന പ്രോസസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ബയോ കോൺസെൻട്രേഷൻ. These toxicant chemicals അല്ലെങ്കിൽ these toxic chemicals enter the food chain through pesticides like DDT. You know that we are applying lot of pesticides and chemicals in the fields. ഈ ഫീൽഡിലൊക്കെ ചെടികൾക്ക്, പ്ലാന്റ്സിലേക്ക് ഒരുപാട് DDT പോലെയുള്ള പെസ്റ്റിസൈഡ്സും അതുപോലെയുള്ള ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ DDT പോലെയുള്ള നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിലൂടെ, പെസ്റ്റിസൈഡ്സിലൂടെയൊക്കെയാണ് ഇത് ഫുഡ് ചെയിനിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. ദ മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് ദീസ് കെമിക്കൽസ് ഗെറ്റ്സ് അക്യുമുലേറ്റഡ് ഇൻ ഹ്യൂമൻസ് ആസ് they occupy the top. ഏറ്റവും കൂടുതൽ ഈ കെമിക്കൽസ് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ ബീയിങ്സിലാണ്. എന്തുകൊണ്ടാണ്? വൈ? ബിക്കോസ് ടോപ്പ് മോസ്റ്റ് ട്രോഫിക് ലെവൽ, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ട്രോഫിക് ലെവലിലൊക്കെയാണ് ഹ്യൂമൻ ബീയിങ്സ് വരുന്നത്. സോ ഈ പറയുന്ന ബയോമാഗ്നിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഓരോ ട്രോഫിക് ലെവലിലുമുള്ള ഓർഗാനിസംസിന്റെ ബോഡിയിൽ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ടോക്സിക്കൻസിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന ഫിനോമിനൻ ഇസ് നോൺ ആസ് ബയോമാഗ്നിഫിക്കേഷൻ ഓർ ഇറ്റ് ഈസ് കോൾഡ് ആസ് ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ. ഓക്കെ അല്ലേ? ബയോമാഗ്നിഫിക്കേഷൻ സെറ്റ്. ഓക്കെ സോ, ഇനി other one is very important. Last year question paper il chodichittulla oru karyam koodiyana, sample question paper il include ചെയ്തിട്ടുള്ള ഒരു question ആണ് depletion of ozone layer or ozone layer depletion. What is ozone? Ozone, O3, we can write it as O3. That is the chemical formula of ozone, O3. It is a molecule formed by 3 atoms of oxygen. 3 oxygen atoms combine ചെയ്തിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ozone എന്ന് പറയുന്ന ഈ O3. Okay, it is found in stratosphere, atmosphere inde stratosphere. Okay, stratosphere എന്ന് പറയുന്ന ആ ഒരു ലെയറിലാണ് നമുക്ക് ഓസോൺ കാണാനായിട്ട് സാധിക്കുന്നത്. Ozone is seen. Okay, that is found in the stratosphere. Okay, then it shields the surface of the earth from harmful ultraviolet radiations of the sun. സണ്ണിൽ നിന്ന് വരുന്ന, okay, സണ്ണിൽ നിന്ന് വരുന്ന ultraviolet radiations, okay, UV, ultraviolet radiationsൽ നിന്നും എർത്ത് സർഫസിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഈ പറയുന്ന ഓസോൺ ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ സർ. ദെൻ അപ്പോൾ ഓസോണിന്റെ ഏകദേശ കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി formation of ozone layer, we can see here that how the ozone layer is formed. Formation of ozone layer. Ozone is a product of UV radiations acting on oxygen molecules, O2 molecules. The high energy UV radiation split apart some molecular oxygen into free oxygen atoms, and these atoms are very reactive and combine with the molecular oxygen to form ozone. എന്തെങ്കിലും മനസ്സിലായോ? വേറെ ഒന്നുമില്ല, നോർമൽ ആയിട്ടുള്ള UV റേഡിയേഷൻസ് ഇല്ലേ? ഓക്കെ, ഈ UV റേഡിയേഷൻസ് O2 മോളിക്യൂൾസുമായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നു. O2 മോളിക്യൂൾസ്, ഓക്സിജൻ മോളിക്യൂൾസ് ആയിട്ട് UV റേഡിയേഷൻസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈ എനർജി ഓഫ് UV റേഡിയേഷൻ സ്പ്ലിറ്റ് അപ്പാർട്ട് സം മോളിക്കുലർ ഓക്സിജൻ ഇൻ ടു ഫ്രീ ഓക്സിജൻ. ഈ O2 എന്നുള്ള സ്ട്രക്ചറിനെ UV റേഡിയേഷൻസ് വന്ന് O പ്ലസ് O എന്നുള്ള രീതിയിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്പ്ലിറ്റ് ഇൻ ടു ഓക്സിജൻ, ഫ്രീ ഓക്സിജൻ. Then these atoms are very reactive. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത ഈ ഓക്സിജൻ ആറ്റംസ് is very reactive and what will happen there?
they combine with the molecular oxygen to form ozone. Okay, ഈ ഓക്സിജൻ O എന്ന് പറയുന്ന ഈ ഓക്സിജൻ മോളിക്കുലാർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് O3 എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഓസോൺ ഇസ് ഫോംഡ് ഹിയർ. Here we can see that O2 in the presence of UV radiation, here O plus O split into simple normal single oxygen atoms, and that oxygen atom is combined with O2 molecule, oxygen molecule, and form O3, that is the ozone. Set alle? Okay alle makkale? അപ്പോൾ നമ്മൾ ഓസോൺ ലെയറിന്റെ ഫോർമേഷനും കാര്യങ്ങളും പഠിച്ചു. ഇനി ഹൗ ദീസ് ഓസോൺ ലെയേഴ്സ് ആർ ഡിപ്ലീറ്റഡ്, എങ്ങനെയാണ് ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്നതെന്ന് കൂടി നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. സോ വളരെ സിമ്പിൾ ആണ്, എക്സാമിന് ചോദിക്കും കേട്ടോ, ഹൗ ദി ഓസോൺ ലെയർ ഇസ് ഡിപ്ലീറ്റഡ്. Okay, the increasing use of the synthetic chemicals like chlorofluorocarbon, CFC, മക്കളെ very important. CFC, chlorofluorocarbon എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ സബ്സ്റ്റൻസിന്റെ റിലീസ് കൊണ്ടാണ്, ഇൻക്രീസ്ഡ് യൂസ് കൊണ്ടാണ് ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഇത് റിലീസ് ചെയ്യുന്നതെന്ന് അറിയാമോ? Which are used in refrigerators and coolants, and it is used in fire extinguishers are also. Okay, fire extinguishersലും refrigerators-ലും എയർ കണ്ടീഷണേഴ്സിലും ഒക്കെ യൂസ് ചെയ്യുന്ന chlorofluorocarbon എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നു. That is the reason for the depletion of the ozone layer. In the atmosphere, UV radiations break down CFC molecules and release chlorine atoms. Atmosphere എന്ത് സംഭവിക്കും? ഈ അറ്റ്മോസ്ഫിയറിൽ വരുന്ന യു വി റേഡിയേഷൻസ് ഇല്ലേ, എർത്ത് സർഫസിലേക്ക് വരുന്ന യു വി റേഡിയേഷൻസ് എന്തിനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? CFC യെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ക്ലോറിൻ റിലീസ് ചെയ്യുന്നു. ഓക്കെ, എന്താണ്? ക്ലോറിൻ ആറ്റംസിനെ റിലീസ് ചെയ്യാണ്, ക്ലോറിൻ ആറ്റംസിനെ റിലീസ് ചെയ്യുന്നു. ദീസ് ആറ്റംസ് ഓൺ റിയാക്ടിംഗ് വിത്ത് ഓസോൺ, ഓസോണുമായിട്ട് ക്ലോറിൻ ആറ്റംസ് റിയാക്ട് ചെയ്യുന്നു. ഡിസോസിയേറ്റ് ഓസോൺ മോളിക്യൂൾസ് ഇൻടു ഓക്സിജൻ, ഈ O3നെ ഡിസോസിയേറ്റ് ചെയ്ത് ഓക്സിജൻ ആക്കി മാറ്റുന്നു. ഓസോൺ മോളിക്യൂൾസിനെ ഓക്സിജൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് റിയാക്ട് ചെയ്തിട്ട്. ദസ് ഇറ്റ് ലീഡ്സ് ടു ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും തിക്കായിട്ടുള്ള O3 ഡിപ്ലീറ്റ് ചെയ്ത് O+O എന്നൊക്കെ ആയി കഴിയുമ്പോൾ ആ കട്ടി കുറയുന്നു. അങ്ങനെ എന്താണ്? CFC ഈ ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷന് കാരണമാകുന്നു. ക്ലിയർ അല്ലേ? ഇപ്പോ എങ്ങനെയാണ് ഓസോൺ ലെയർ ഡിപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്? ഓക്കെ മക്കളെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അപ്പൊ നമ്മൾ ഓസോൺ ഒക്കെ കഴിഞ്ഞിങ്ങോട്ട് പോകുന്നു. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട ബോർഡ് എക്സാമിന് പല വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാനേജ്മെന്റ് ദ ഗാർബേജ് വി പ്രൊഡ്യൂസ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാർബേജ്, ഹൗസ് ഹോൾഡ് വേസ്റ്റിനെയാണ് ഗാർബേജ് എന്ന് പറയുന്നത്. ആ ഗാർബേജ് അല്ലെങ്കിൽ ഈ ഹൗസ് ഹോൾഡ് വേസ്റ്റ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? വേസ്റ്റ് മാനേജ്മെന്റ് വെരി ഇമ്പോർട്ടന്റ്. കറന്റ് ഒരു സൊസൈറ്റിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് ചോദിക്കാൻ ചാൻസസ് കുറച്ചധികം കൂടുതലാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കുക ഓരോ മെത്തേഡ്സും. അതിലേക്ക് പോകുന്നതിന് മുന്നേ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസും നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബയോഡിഗ്രേഡബിൾ ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ്? ബയോഡിഗ്രേഡബിൾ നോക്കി അറിഞ്ഞിരിക്കുക കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സാർ പറയുന്നത് ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക് ആണ് ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ്. ദി സബ്സ്റ്റൻസസ് which can be disposed of naturally by the action of microorganisms like bacteria, fungi, etc. are called biodegradable substance. Naturally നമ്മുടെ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, ഫംഗൈ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസിന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കുന്ന മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസസിനെയാണ് ബയോഡിഗ്രേഡബിൾ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ആൻഡ് നോൺ ബയോഡിഗ്രേഡബിൾ എന്താണെന്ന് അപ്പൊ അറിയാലോ? Very simple. The substances that cannot be converted into harmless simple forms by the action of the microorganisms are called non-biodegradable substances. Okay, and non-biodegradable substances are harmful and toxic. Okay, while എപ്പോഴാണ് അത് നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് അക്യുമുലേറ്റ് ചെയ്താലാണ് കേട്ടോ, ബോഡിയുടെ സെൽസിലേക്ക് അക്യുമുലേറ്റ് ചെയ്താലാണ്, ദെൻ അത് ഫുഡ് ചെയിനിലേക്ക് എൻട്രി ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ്. ആ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. പ്ലാസ്റ്റിക്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഹെവി മെറ്റൽസ്. ഓക്കെ, ഇതൊക്കെയാണ് നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസിന് എക്സാമ്പിൾ. ഇത് രണ്ടും അറിഞ്ഞിരിക്കുക. ഇനി പറയാൻ പോകുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് മെത്തേഡ്സിനെ പറ്റിയാണ്. സാർ പേരുകൾ മാത്രം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് സാർ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അതിൽ ഓരോന്നും എന്താണെന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം, എന്തായാലും പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒന്ന് എക്സാമിന് കയറി ചോദിക്കാൻ സാധ്യതയുണ്ട്.
സോ നമുക്ക് നോക്കാം വേസ്റ്റ് മാനേജ്മെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്. നോക്കിക്കോളൂ. മെത്തേഡ്സ് ഫോർ വേസ്റ്റ് ഡിസ്പോസൽ, വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്ത് കളയാനായിട്ടുള്ള മെത്തേഡ്സ് ആണ്. റീസൈക്ലിംഗ് മക്കളെ 1 2 3 4 5 6 മെത്തേഡ്സേ ഉള്ളൂ. ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കാടാ 6 മെത്തേഡ്സിന്റെ പേര്. ദെൻ ഓരോന്നും എന്താണെന്ന് അറ്റ്ലീസ്റ്റ് 1 സെന്റൻസ് എങ്കിലും 2-3 സെന്റൻസസ് അവരുടെ നോട്ട്സിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് 1 സെന്റൻസ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിനെപ്പറ്റി, എന്താണ് ആ മെത്തേഡിൽ നടക്കുന്നത് ആൻഡ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ ദാറ്റ് മെത്തേഡ്. ഓക്കെ, സോ മെത്തേഡ്സ് ഓഫ് വേസ്റ്റ് ഡിസ്പോസലിൽ വരുന്നത് റീസൈക്ലിംഗ് അറിയാവുന്ന കാര്യമാണ്, കമ്പോസ്റ്റിംഗ്, ഇൻസിനറേഷൻ, ലാൻഡ്ഫിൽസ്, സീവേജ് ട്രീറ്റ്മെന്റ്, ബയോഗ്യാസ് പ്രൊഡക്ഷൻ എല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഈ ടോപ്പിക്സ് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ഈ 6 പേരുകൾ 6 നെയിംസ് യു ഹാവ് ടു ബൈ ഹാർട്ട്. നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക ഈ നെയിംസ്. ദെൻ ഇതിൽ എന്താണ് സംഭവിക്കുന്നത്, വാട്ട് ദേ ആർ ഡൂയിങ് ഇൻ ദീസ് മെത്തേഡ്സ് എന്നുള്ളത് ഒരു സെന്റൻസ്, അറ്റ്ലീസ്റ്റ് ഒരു സെന്റൻസ് എങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? വളരെ കുറച്ച് കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ സാറ് പറഞ്ഞ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവർ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചു തീർക്കാനുള്ളൂ. വെരി സിംപ്ലി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ എഴുതി വളരെ സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് വന്നിട്ടുള്ളത്. സോ നന്നായിട്ട് പഠിക്കുക ഈ ടോപ്പിക്സ്. എസ്എ ക്വസ്റ്റ്യന്റെ പോർഷനിലേക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരുന്നത് അവർ എൻവയോൺമെന്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സാമ്പിളിൽ കൊടുത്തിരിക്കുന്നത് അവർ എൻവയോൺമെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ യു ഹാവ് ടു ഗെറ്റ് റെഡി ഫോർ ദ എക്സാം. ഇത് മൊത്തം അടിപൊളിയായിട്ട് പഠിച്ചിട്ട് ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് ഏറ്റവും ചുരുക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത്രയുമെങ്കിലും പഠിക്കാതെ നമുക്ക് ബോർഡ് എക്സാമിന് ഒരിക്കലും ഫേസ് ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ടു സ്റ്റഡി, അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് ബോർഡ് എക്സാമിനേഷൻ. ഓക്കെ, ബൈ.